അടുത്തതായിട്ട് നമ്മൾ പോയത് ദുബായ് ഫ്രെയിമിലാണ്. അപ്പൊ അവിടുത്തെ പൊട്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കണ്ടോ. അപ്പൊ ആയോ ടിക്കറ്റ് നിരക്കുകൾ. ഇച്ചു അറിയ എന്ത് ഇച്ചി ചോദിക്കാറുള്ളത്? സ്വർണ്ണത്തിന്റെ കളറാണ്, പിന്നെ മഞ്ഞയാണോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ നമ്മള് പയ്യെ എൻട്രൻസിലോട്ട് കയറി. പണ്ടത്തെ കൾച്ചർ കാണിക്കുന്നത് ദുബായിയുടെ ആണോ? ഇവര് പണ്ട് എന്തൊക്കെ ചെയ്യാനായിട്ട് ഉപയോഗിച്ചോണ്ടിരുന്ന ഉപകരണങ്ങള് ആണോ? കോഫിയാണോ ഇത്? കോഫിയാന്ന് തോന്നുന്നു ഇത് ആണോ? ഇത് സ്ക്രീനാ, ആൾക്കാരില്ല. ആ ഒരു ശബ്ദവും ഇട്ടിട്ടുണ്ടല്ലേ. ഈ നമ്മള് മേലോട്ട് കയറാൻ പോവാണ്. ഈ ഒരു ഗൈഡ് ഇവിടെ പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് പഴയ ദുബായി, റൈറ്റ് സൈഡിൽ പുതിയ ദുബായും കാണാൻ പറ്റും. പിന്നെ ഈ ഗ്ലാസ്സിൽ കൂടെ നിങ്ങൾ ഓടുകയും ചാടുകയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. നമ്മളപ്പം അമ്മച്ചീനെ പയ്യെ ഗ്ലാസിൻ്റെ മേളിലോട്ട് കയറ്റിയേ. വിചാരിച്ച പോലെ തന്നെ അമ്മച്ചിക്ക് നല്ല പേടിയായിരുന്നു താഴത്തോട്ട് വെക്കാനായിട്ട്. പക്ഷെ കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മച്ചീനേലും പേടി ഇച്ചിക്കായിരുന്നു. അയ്യോ, ഇച്ചി അവിടെ നിന്ന് തോടി. നമ്മള് ദുബായ് ഫ്രെയിമിലോട്ട് കയറി. അപ്പം ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ, അതായത് ഇങ്ങോട്ട് നോക്കുമ്പം ഈ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് പഴയ ദുബായിയാണ്. അത് പണ്ടുണ്ടാക്കിയ ബിൽഡിങ്സ്, വലിയ ഊറ്റൻ കെട്ടിടങ്ങളൊന്നും ഇല്ലാതെ കുഞ്ഞു കുഞ്ഞു പൊക്കത്തിലുണ്ടാക്കിയ പഴയ ബിൽഡിങ്സുകളില്ല. അതൊക്കെയാണ് ഈ സൈഡിൽ കാണാൻ പറ്റുന്നത്. അത് നേരെ തന്നെ നമ്മളിനി ഇതിൽ റൈറ്റ് വശത്തേക്ക് ഇനി പോവുകയാണെങ്കിൽ, ഇവിടെ കോഫി ഷോപ്പ് ഉണ്ട്, റൈറ്റ് വശത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പുതിയ ദുബായ് കാണാനായിട്ട് പറ്റും. ജസ്റ്റ് കണ്ടോ, പുതിയ ദുബായ് കണ്ടോ? ബുർജ് ഖലീഫയും പുതിയതായിട്ടുണ്ടാക്കിയ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ഉള്ള പുതിയ ദുബായ് കാണാൻ പറ്റും. ഫുള്ള് പുതിയ പുതിയ കെട്ടിടങ്ങളാണ്. അതാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത. കോമഡി എന്ന് പറയുമോ, ദുബായ് ഫ്രെയിമിന് വേണ്ടി കയറിയിട്ട് താഴത്തോട്ട് നോക്കാൻ പേടിയാണ്. താഴത്തോട്ട് നോക്കത്തില്ല, എനിക്ക് നോക്കട്ടത്. ലൈറ്റിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നതാണ്, രസമല്ലേ? ഇഷ്ടംപോലെ ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ കുറേ പേര് ഫോട്ടോ എടുക്കുന്നു, എല്ലാവരും ഫോട്ടോ എടുക്കുന്നു. രസമുണ്ട്. ഈ ചില്ലെന്ന് പറയുന്ന ഒരു വലിയ ഇത് സെൻസറൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ട് പെട്ടെന്ന് ബ്ലാങ്ക് ആവും. എന്നിട്ട് നമ്മൾ കയറുന്ന സമയത്ത് പെട്ടെന്ന് താഴത്തെ ഭാഗം കാണാൻ പറ്റുന്ന രീതിയിലാണ്. ഇത് കണ്ടോ, ഒന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ കണ്ടോ? താങ്കളുടെ ഇവിടെ കാണാൻ ഉണ്ടോ? ആ കാണുന്ന നീല വണ്ടിയിലാണ് നമ്മൾ വന്നത്. എനിക്ക് അതിലോട്ട് കയറിട്ട് കൈ ഇപ്പൊ കരിയുമ്പോ വെച്ച് താഴത്തോട്ട് നോക്കിക്കൊണ്ടാടാ, നോക്കിയാടാ താഴത്തോട്ട് നോക്കിയാടാ. താഴത്തോട്ട് നോക്കിയാ വീട് പറഞ്ഞ് സപ്പോർട്ട് പിടിച്ചത് ഈ വള്ളിയില്. എങ്ങനെയുണ്ട് വേളിത് താഴത്തോട്ട് നോക്കിയിട്ട്? അതൊക്കെ ആ ചില്ല് ഭയങ്കര സ്ട്രോങ് ആണോ എന്നൊക്കെ ചോദിക്കുന്നത്. ഇവിടെയാണ് ഈ രസം, ഇവിടെയാണ് ഇതിന്റെ രസം. ഇവിടെ സ്ക്രീനാണിത്, ഇത് ഫുള്ള് സ്ക്രീനാ. നമ്മൾ അതിനകത്തേക്ക് നമ്മള് നടന്നു പോകുന്ന പോലെ പോകും. ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ ദുബായ് എങ്ങനെ ആവണമെന്ന് ഇവരുടെ വീക്ഷണമാണ്. തീർന്നില്ല 3D പ്രിന്റിങ്. ഈ 3D പ്രിന്റിങ് എന്ന് പറയുന്നത് ഒരു പുതിയതായിട്ട് കണ്ടുപിടിച്ചൊരു ടെക്നോളജിയാണ്.
ഇതായി നമുക്ക് കുറേ വർഷങ്ങളെടുത്ത് പണി തീർക്കേണ്ട കോംപ്ലക്സ് ബിൽഡിങ്ങുകൾ കുറച്ച് നാൾ കൊണ്ട് നമുക്ക് പണി തീർക്കാനായിട്ട് പറ്റും. നമ്മളെ ചുറ്റിനും സ്ക്രീനാണ് കേട്ടോ. അവിടുത്തെ പരിപാടി ആ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ പയ്യെ അങ്ങോട്ട് തന്നെ മൂവ് ചെയ്യാണ്. ഇത് കഴിഞ്ഞിട്ട് തീർന്നു. ആണ് സിമ്പിളായിട്ടുള്ള ഒരു ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നതാണ്. കുറച്ച് നൂല് ഇങ്ങനെ ഇട്ടിട്ട് അതിന് ലൈറ്റ് കൊടുത്തപ്പം നല്ലൊരു കണ്ടോ, നല്ല രസമില്ലേ? ഇത്രയും മേളിൽ നിന്നാണ് നമ്മൾ നേരത്തെ താഴത്തോട്ട് നോക്കിയത്. കുറച്ച് ഫോട്ടോസ് എടുക്കാനുള്ള തന്ത്രപ്പാടിലാണ്. ഇന്നത്തെ നമ്മുടെ പരിപാടി തീർന്ന് നാളെ കാണാം. ടാറ്റാ.